നമസ്കാരം. ഇന്നലെ ഉച്ചയ്ക്ക് ആരംഭിച്ച ചർച്ചകൾ അതിരാവിലെ പാർലമെന്റിൽ പാസ്സാക്കുകയും ചെയ്തു. ഇന്ന് രാജ്യസഭയിൽ വഖഫ് ബില്ലിനെതിരെ ചർച്ചകൾ നടക്കുകയാണ്. രാജ്യസഭയിൽ ബില്ല് പാസ്സാക്കുന്നതിനുള്ള ഭൂരിപക്ഷം ഭരണപക്ഷത്തിന് ഉണ്ട്. ചർച്ചയ്ക്കും വോട്ടെടുപ്പിനും ഒടുവിൽ വഖഫ് ഭേദഗതി ബിൽ ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് പ്രഖ്യാപനം നടത്തിയത്. പ്രതിപക്ഷത്തിന്റെ ഭേദഗതികൾ തള്ളിയാണ് ബില്ല് പാസ്സാക്കിയത്. ബില്ലിനെ അനുകൂലിച്ച് 288 അംഗങ്ങൾ വോട്ട് ചെയ്തപ്പോൾ 232 അംഗങ്ങൾ എതിർത്തു. ആകെ 520 പേരാണ് വോട്ട് ചെയ്തത്. പാർലമെന്റിൽ അതിരാവിലെ തന്നെ ബില്ല് പാസ്സായി. അതോടൊപ്പം രാജ്യസഭയിൽ ബില്ല് ചർച്ചകൾ നടക്കുന്നു. ഉടനെ തന്നെ രാജ്യസഭയിലും ബില്ല് പാസ്സാകും. അതിനുശേഷം രാഷ്ട്രപതിക്ക് ഈ വഖഫ് ബില്ല് രാഷ്ട്രപതിയുടെ മുന്നിലേക്ക് എത്തും. രാഷ്ട്രപതി ഒപ്പിടുന്നതോടെ ബില്ല് നിയമമാവുകയും ചെയ്യും. ഇനി എന്താണ് വഖഫ് ബില്ല് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്ലാമിക നിയമപ്രകാരം മതപരമോ ജീവകാരുണ്യപരമോ ആയ ആവശ്യങ്ങൾക്കായി മാത്രം സമർപ്പിച്ചിരിക്കുന്ന സ്വത്തുക്കളാണ് വഖഫ്. വഖഫ് സ്വത്തിന്റെ മറ്റേതെങ്കിലും ഉപയോഗമോ വിൽപ്പനയോ നിരോധിച്ചിട്ടുണ്ട്. ഒരു വസ്തുവിനെ അനന്തകാലത്തേക്കാണ് വഖഫായി പ്രഖ്യാപിക്കുന്നത്. 1995 വഖഫ് നിയമത്തിന് കീഴിൽ വരുന്ന ഇവയുടെ മേൽനോട്ടം സംസ്ഥാന വഖഫ് ബോർഡിനും കേന്ദ്ര വഖഫ് കൗൺസിലിനുമാണ്. 23 സംസ്ഥാനങ്ങളിലും 7 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 32 വഖഫ് ബോർഡുകളുണ്ട്. ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ഇസ്ലാം മതവിഭാഗങ്ങളായ ഷിയ, സുന്നി വഖഫ് ബോർഡുകളുണ്ട്. വഖഫ് എന്ന 1995 കിരാത നിയമമാണ് മോദി സർക്കാർ ഇന്ന് എടുത്തു കളഞ്ഞത്. വഖഫ് ഭേദഗതി ബില്ലിൽ ഉൾപ്പെടുത്തിയ പാർലമെന്റിന്റെ സംയുക്ത സമിതിയുടെ നിർദ്ദേശങ്ങൾ ശ്രദ്ധേയമാണ്. പ്രധാന നിർദ്ദേശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തേത്, പഴയ നിയമത്തിലെ 40-ാം വകുപ്പ് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും സ്വത്ത് ഏകപക്ഷീയമായി വഖഫായി വഖഫ് ബോർഡുകൾ പ്രഖ്യാപിക്കുന്നത് തടയാനാണിത്. മുഴുവൻ ഗ്രാമവും വഖഫായി പ്രഖ്യാപിക്കുന്നത് പോലുള്ള ദുരുപയോഗം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. വഖഫ് ബോർഡുകളുടെ ഏകപക്ഷീയവും അനിയന്ത്രിതവുമായ അധികാരം ഇവ നീക്കം ചെയ്യും. രണ്ടാമത്തേത്, ഏതെങ്കിലും നിയമപ്രകാരം മുസ്ലിമുകൾ രൂപീകരിച്ച ട്രസ്റ്റുകൾ ഇനി വഖഫല്ല. മൂന്നാമത്തേത്, രജിസ്ട്രേഷൻ, ഓഡിറ്റുകൾ, സംഭാവനകൾ എന്നിവയടക്കമുള്ള വഖഫ് സ്വത്ത് കേന്ദ്രീകൃത പോർട്ടൽ വഴി കൈകാര്യം ചെയ്യും. നാലാമത്തേത്, വർഷം 1 ലക്ഷം രൂപയിലേറെ വരുമാനമുള്ള വഖഫ് സ്ഥാപനങ്ങൾ സംസ്ഥാന സർക്കാർ നിയമിച്ച ഓഡിറ്റർമാരുടെ ഓഡിറ്റിന് വിധേയമാകണം. അഞ്ചാമത്തേതായി പറയുന്നത്, 5 വർഷം മുസ്ലിമായി ജീവിച്ചവർക്ക് മാത്രമേ സ്വത്ത് വഖഫിന് സമർപ്പിക്കാനാകൂ. ആറാമത്തേത്, തർക്കമില്ലാത്തതോ സർക്കാർ ഭൂമിയായി തിരിച്ചറിയാത്തതോ ആയ രജിസ്റ്റർ ചെയ്ത സ്വത്തുക്കൾ വഖഫായി തുടരും. ഏഴാമത്തേത്, വഖഫ് സമർപ്പണത്തിന് മുമ്പ് സ്ത്രീകൾക്ക് അർഹമായ അവകാശം നൽകണം. വിധവകൾ, വിവാഹമോചിതരായ സ്ത്രീകൾ, അനാഥർ എന്നിവർക്ക് വിഹിതം നൽകണം. എട്ടാമത്തേതായി പറയുന്നത്, വഖഫ് സ്വത്ത് നോക്കി നടത്തുന്ന മുത്തവല്ലികൾ 6 മാസത്തിനകം സ്വത്ത് വിശദാംശങ്ങൾ കേന്ദ്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഒമ്പതാമത്തേത്, വഖഫായി അവകാശപ്പെടുന്ന സ്വത്ത് ജില്ലാ കളക്ടർ റാങ്കിന് മുന്നിലുള്ള ഉദ്യോഗസ്ഥർ അന്വേഷിച്ച് അനാവശ്യ അവകാശവാദങ്ങൾ തടയണം. കളക്ടർമാർ വഖഫ് സ്വത്ത് നിശ്ചയിക്കും. 1995 നിയമപ്രകാരം ഒരു സ്വത്ത് വഖഫ് സ്വത്താണോ എന്ന് നിശ്ചയിക്കാനുള്ള അധികാരം വഖഫ് ബോർഡിനായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഈ വ്യവസ്ഥ നീക്കം ചെയ്തു. പഴയ നിയമപ്രകാരം സർവേ കമ്മീഷണർമാരും അഡീഷണൽ കമ്മീഷണർമാരുമാണ് വഖഫ് സർവേ നടത്തിയിരുന്നത്. പുതിയ നിയമത്തിൽ സർവേ നടത്താൻ ജില്ലാ കളക്ടർമാർക്കാണ് അധികാരം. കൗൺസിലിൽ അമുസ്ലിമുകളും പഴയ നിയമപ്രകാരം കേന്ദ്ര വഖഫ് കൗൺസിൽ 2 സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ അംഗങ്ങളും മുസ്ലിമുകളായിരിക്കണം. പുതിയ നിയമപ്രകാരം കേന്ദ്ര വഖഫ് കൗൺസിലിൽ 2 അമുസ്ലിമുകളും ഉൾപ്പെടും. എംപിമാർ, മുൻ ജഡ്ജിമാർ, പ്രമുഖ വ്യക്തികൾ എന്നിവർ മുസ്ലിം ആയിരിക്കണമെന്നില്ല. അതേസമയം മുസ്ലിം സംഘടനാ പ്രതിനിധികൾ, മുസ്ലിം നിയമ പണ്ഡിതർ, വഖഫ് ബോർഡുകളുടെ അധ്യക്ഷന്മാർ എന്നിവർ മുസ്ലിമുകളായിരിക്കണം. മുസ്ലിം അംഗങ്ങളിൽ 2 പേർ സ്ത്രീകളായിരിക്കണം. ഷിയ, സുന്നി, പിന്നോക്ക വിഭാഗങ്ങളായ ബോറ, അഗാഖാനി എന്നിവയിൽ നിന്നുള്ള ഓരോ അംഗങ്ങൾ വേണം. പുതിയ ട്രിബ്യൂണൽ പരമാധികാരിയല്ല. അപ്പീൽ നൽകാം. ജഡ്ജിയുടെ നേതൃത്വത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും മുസ്ലിം നിയമവിദഗ്ധനും ഉൾപ്പെടുന്നതായിരിക്കണം പഴയ ട്രിബ്യൂണൽ. ട്രിബ്യൂണലിന്റെ തീരുമാനങ്ങൾ അന്തിമമായിരിക്കും. ട്രിബ്യൂണൽ തീരുമാനിക്കുന്നതിനെതിരെ അപ്പീൽ നൽകുന്നതും നിരോധിച്ചിരുന്നു. പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമായിരുന്നു ഹൈക്കോടതി ഇടപെടലുണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ മുസ്ലിം നിയമവിദഗ്ധനെ നീക്കം ചെയ്തു. ജില്ലാ ജഡ്ജിയെ ചെയർമാനാക്കിക്കൊണ്ട് ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് ട്രിബ്യൂണലിനെ ഉൾപ്പെടുത്തുന്നത്. മാത്രമല്ല, വഖഫ് സ്വത്തായി പ്രഖ്യാപിച്ചതിൽ തർക്കമുണ്ടെങ്കിൽ 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കാം.
ഓഡിറ്റിംഗ് CAG പഴയ നിയമപ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് വഖഫ് അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാമായിരുന്നു. എന്നാൽ പുതിയ നിയമപ്രകാരം CAG അല്ലെങ്കിൽ നിയുക്ത ഉദ്യോഗസ്ഥൻ കണക്കുകൾ ഓഡിറ്റ് ചെയ്യണം. വഖഫ് രജിസ്ട്രേഷൻ, അക്കൗണ്ടുകൾ, ഓഡിറ്റുകൾ എന്നിവയിൽ നിയമനിർമ്മാണത്തിന് കേന്ദ്രത്തിനെ അധികാരമുള്ളൂ. അതായത് 1995 ആ കിരാത വഖഫ് കേന്ദ്ര സർക്കാർ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇനി മുതൽ പുതിയ വഖഫാണ് നാളെ മുതൽ രാജ്യത്തേക്ക് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത്. രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി ഇനി 1995 ആ കിരാതമായ വഖഫ് ഇനി മാറി. നരേന്ദ്രമോദിയുടെ ആ ഒരു വാക്ക് മുൻപം ജനതയുടെ കണ്ണുനീർ ഒപ്പിയിരിക്കുകയാണ് BJP. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Branding partner EduBix Online Executive Education. Focus Physiotherapy Center Pattam. Unnat Engineering Gujarat. Tirthayatra.com. Iron Build Gujarat. PRS Hospital കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.